بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ മുതശാബിഹായ ആയത്തുകളെ കൃത്യമായി മനസ്സിലാക്കാൻ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് പകർന്നു നൽകിയിട്ടില്ല ചില പ്രത്യേകമായിട്ടുള്ള കായിദകൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മുമ്പുള്ള സീരീസുകളും മറ്റുമായിട്ട് 13 കായിദകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് വില്ലാഹി തൗഫീഖ്, അള്ളാഹുവിനെ കൊണ്ട് നമുക്കിത് പൂർത്തിയാക്കണം, തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. 14ാമത്തെ കായിദ റബ്തു സിയാദത്തി ബിൽ ആയത്തി അബി സൂറത്തി തവീല. റബ്തു സിയാദത്തി ബിൽ ആയത്തി അബി സൂറത്തി തവീല എന്ന് പറഞ്ഞാൽ ഏറി വരുന്നത് വലിയ സൂറത്തിലോ അല്ലെങ്കിൽ ആയത്തോ ആയിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ സൂറത്തു, അതായത് വലിയ ഭാഗം മുതശാബിഹായി വരുമ്പോൾ കൂടുതലായി വന്നിട്ടുള്ളത് വലിയ സൂറത്തിലായിരിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആമിൻ്റെ 5-ാം വചനം, ഫഖദ് കദ്ദബു ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫസൗഫ യഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇതിൻ്റെ തശാബുഹുള്ള ഒരു ആയത്താണ് സൂറത്തു ശുഅറാഇൻ്റെ 6-ാം വചനം, ഫഖദ് കദ്ദബു ഫസയഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇങ്ങനെ 2 ആയത്തുകൾ നമ്മൾ സൂക്ഷ്മ പരിശോധിക്കുമ്പോൾ ഒരായത്തിൽ ഫഖദ് കദ്ദബു ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫസൗഫ യഅതീഹിം എന്നാണ് അൻആമിലുള്ളത്. എന്നാൽ സൂറത്തു ശുഅറാഇൽ ഫസയഅതീഹിം എന്നാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഫസൗഫ യഅതീഹിം എന്ന അൻആമിലാണ്, ആ വലിയ സൂറത്തിലാണ് സൂറത്തു ശുഅറായിലുള്ള ഫസയഅതീഹിം എന്നതിനേക്കാൾ കൂടുതലുള്ള ഫസൗഫ യഅതീഹിം എന്ന ഭാഗം വന്നിട്ടുള്ളത്. അപ്പം വലിയ ഭാഗം വലിയ സൂറത്തിൽ എന്ന ഒരു കായിദയാണ് ഇതിലൂടെ. മറ്റൊന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ അംഫാലിൽ വമൻ യുശാഖിഖില്ലാഹ വറസൂലഹ് എന്നാണ് കാണാൻ കഴിയുന്നത്. വമൻ യുശാഖിഖില്ലാഹ വറസൂലഹ്. അതേ സ്ഥാനത്ത് ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. വലിയ സൂറത്തിൽ വമൻ യുശാഖിഖില്ലാഹ വറസൂലഹ് വലിയ സൂറത്തിലാണ്. അംഫാൽ സൂറത്തുൽ ഹശ്റിനേക്കാൾ വലിയ സൂറത്താണല്ലോ. അതുകൊണ്ട് തന്നെ അംഫാലിൽ യുശാഖിഖി എന്ന് വന്നാൽ വമൻ യുശാഖി എന്ന് മാത്രം ഹശ്റിൽ ചെറിയ സൂറത്തിൽ അവ ചെറിയ ഭാഗം. ഇങ്ങനെ രീതി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊന്നാണ് അം ഇൻദഹും ഖസാഇനു റഹ്മത്തി റബ്ബിക്കൽ അസീസിൽ വഹാബ്. സൂറത്തു സ്വാദിൽ 9-ാമത്തെ വചനം ഇങ്ങനെയാണെങ്കിൽ സൂറത്തു തൂറിൽ അം ഇൻദഹും ഖസാഇനു റബ്ബിക്ക എന്നേ ഉള്ളൂ. കാരണം അത് സൂറത്തു തൂറാണ്. അപ്പോൾ വലിയ സൂറത്താകുന്ന സൂറത്തു സ്വാദിൽ കൂടുതലായി വരുന്നു. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് 14ാമത്തെ രീതി. ഇതിനോട് ഉപോത്ബലകമായ മറ്റൊരു ഉദാഹരണം കൂടി കാണാം. ഏറ്റവും വലിയ സൂറത്താകുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ വന്ന ഒരായത്ത് ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ ഫല ഇസ്മ അലൈഹി. അതേ സ്ഥാനത്ത് ഇതിനോട് തത്തുല്യമായി മാറിപ്പോകുന്ന ഒരു ഭാഗമാണ് ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ, ഫമനിൽ തുറ ഗൈറ ബാഗിൻ വല ആദിൻ. ഇങ്ങനെ വന്നത് 2 സൂറത്തുകളിൽ, സൂറത്തുൽ അൻആമിലും സൂറത്തുൽ നഹ്ലിലും. എന്നാൽ സൂറത്തുൽ ബഖറയിലാണ് ഫലാ ഇസ്മ അലൈഹി എന്നത് കൂടിയുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പിന്നെ ഇന്നല്ലാഹ ഗഫൂർ റഹീം ആയസിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, അസിയാദത്തു ഫലാ ഇസ്മ അലൈഹി ലം തരിദ് ഇല്ലാ ഫി സൂറത്തിൽ ബഖറത്തി വഹിയ അത്വലു സൂറത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിലുള്ള ഏറ്റവും വലിയ സൂറത്താകുന്ന സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ ആയത്തുകൾ വലിയ സൂറത്തുകൾ മുതശാബിഹാത്തിൻ്റെ വലിയ ഭാഗങ്ങൾ വലിയ സൂറത്തിൽ എന്ന ഒരു കായിദയാണ്. അൽഹംദുലില്ലാ 15ാമത്തെ കായിദയാണ് അൽളബ്തു ബിത്തഅമ്മുലി ലിൽ മഅന ഫിൽ മൗളിഇൽ മുതശാബിഹ്. ഇത് മുതശാബിഹായ ആയത്തുകളുടെ മഅനയിൽ ചിന്തിച്ചുകൊണ്ട് ആ മുതശാബിഹായ ആയത്തിനെ കൃത്യപ്പെടുത്തുന്ന ഒരു രീതിയാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. ഒരു സ്ഥലത്ത് വൈദിസ്തസ്ഖാ മൂസ ലിഖൗമിഹി ഫഖുൽന ദ്രിബ് ബിഅസാഖൽ ഹജർ. നമുക്കറിയാം സൂറത്തുൽ ബഖറയുടെ 60ാമത്തെ വചനം. അങ്ങനെ പറഞ്ഞിട്ട് ഫം ഫജറത്ത് മിൻഹു എന്നും കുലു വഷ്റബു എന്നുമാണ് സൂറത്തുൽ ബഖറയിലുള്ള പ്രയോഗങ്ങൾ. അതേ സ്ഥാനത്ത് സൂറത്തുൽ അഅറാഫിൽ നിങ്ങൾക്കറിയാം ഇതിസ്തസ്ഖാ മൂസ എന്നതിന് പകരം അവിടെ പ്രയോഗിച്ചത് ഇതിസ്തസ്ഖാഹു ഖൗമുഹു എന്നും, കുറച്ച് അങ്ങോട്ടെത്തിയാൽ ഫം ഫജറത്ത് എന്നതിന് പകരം ഫം ബജസത്ത് എന്നും ഫം ബജസത്ത് മിൻഹു എന്നും,
സൂറത്തുൽ ബഖറയിൽ കുലു വഷ്റബു എന്നാണെങ്കിൽ സൂറത്തുൽ ആറാഫിൽ വന്നിട്ടുള്ളത് കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും. അപ്പോൾ ഈ രൂപത്തിൽ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വെള്ളം നൽകിയത് മൂസാ നബി അലൈഹി സ്വലാമാണ്. മൂസാ നബി അലൈഹി സ്വലാം അഷ്റഫുൻ വ അക്മലുൻ വമിൻ സമ്മ ഫൽ ഹിസാലു വൽ മസായ ഫി ഹഖിഹി ഫാഖത്തില്ലത്തി ലിഖൗമിഹി ഇൻ ഫജറത്ത്, അതായത് ഇൻ ഫജറത്ത് എന്ന ഭാഗം ഖുവ്വത്ത് ഖുറൂജിൽ മാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ആയതുകൊണ്ട് വഇദ് ഇസ്തസ്ഖ എന്ന് പേരെടുത്തു പറഞ്ഞു, അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഇവിടെ സൂറത്തുൽ ആറാഫിൽ പറയുന്ന ഇസ്തിസ്ഖാ നടത്തിയത് അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമുദായമാണ്, അതുകൊണ്ടാണ് ഇസ്തിസ്ഖാഹു ഖൗമുഹു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ കൗമ് അൽ ഹിസാലു വൽ മസായല്ലത്തിൽ ഖൗമിഹി അഖൽ, അത് വളരെ കുറവാണ്, അതുകൊണ്ട് പേര് കാണുന്നില്ല അവിടെ, ഖൗമുഹു എന്ന് മാത്രം പറഞ്ഞു നിർത്തി. ചുരുക്കി പറഞ്ഞാൽ ഇൻ ഫജറത്ത് എന്നാണ് സൂറത്തുൽ ബഖറയിലുള്ളതെങ്കിൽ ഫംബജസത്ത് എന്നാണ് ഖുർആൻ സൂറത്തുൽ ആറാഫിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ഇത് ആദ്യത്തെ ഭാഗത്തിന് മാത്രം പറയാണ്. അതേ സ്ഥാനത്ത് ഇംഫജറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക, വെള്ളം പുറപ്പെടുന്നതിൻ്റെ ശക്തമായിട്ടുള്ള ഒലിപ്പ്, അതാണ്. കുലു വഷ്റബു എന്ന് പറഞ്ഞാൽ അവിടെ സൂറത്തുൽ ബഖറയിൽ പ്രയോഗിച്ചതിന് കാരണം അൽ ജംഉ ബൈനൽ അക്ലി വശുർബ്, അവിടെ അന്നപാനീയങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് ചെയ്തതെങ്കിൽ കുലു മിനത്ത് ത്വയ്യിബാത്ത് അൽ ഇക്തിഫാ ബിൽ അക്ൽ, അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഫضലും ശ്രേഷ്ഠതയും എല്ലാം മാനിച്ചുകൊണ്ട് വളരെ കൃത്യമായി എല്ലാം പറയുന്ന സൂറത്തുൽ ബഖറയിൽ, എന്നാൽ അതൊന്നും പറയാതെ ചുരുക്കി പറയുകയാണ് സൂറത്തുൽ ആറാഫിൽ. അപ്പോൾ ഈ ഒരു അർത്ഥം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കുലു വഷ്റബ് എന്ന് ഓതൂല, കുലു മിനത്ത് ത്വയ്യിബാത്ത് എന്ന് നമ്മൾ ഓതി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇതേപോലെയുള്ള ഇതിനോട് സമാനമായ മറ്റൊരു ഉദാഹരണമാണ് സൂറത്തുൽ ഗാഫിർ. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റും മാ ഹും ബിബാലിഗിഹി ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്നാണ് സൂറത്തുൽ ഗാഫിറിൽ ഉള്ളതെങ്കിൽ وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع البصير എന്ന് ഗാഫിറിൽ പറയുന്ന സ്ഥാനത്ത് സൂറത്തുൽ ഫുസ്സിലത്തിലുള്ളത് ഇന്നഹു ഹുവ സമീഉൽ അലീം എന്നാണ്. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം സൂറത്തുൽ ഗാഫിറിൽ ലമാ കാന അൽ-അംറു ബിൽ ഇസ്തിആദതി ഫീ ഹഖിൽ ആദമിയീന നാസബ ദിക്റൽ ബസർ ലിഅന്നഹും യുറൗന വയുഷാഹദൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞപ്പം അവരെ അള്ളാഹു കാണുന്നവനാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ആ സൂറത്തിൻ്റെ പശ്ചാത്തലം അതല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറുകളും മറ്റനുബന്ധ ആയത്തുകളും വായിച്ചു നോക്കുമ്പോൾ ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ സൂറത്തുൽ ഫുസ്സിലത്തൊന്ന് എടുത്തു നോക്കിയാൽ വലമ്മ കാനൽ അംറു ബിൽ ഇസ്തിആദതി ഫീ ഹഖിൽ ജിന്നി വശയാത്തീൻ വഹും ലാ യറൗനൽ ആദമീന നാസബ ദിക്റൽ ഇൽം, മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഗാഫിറിൽ മനുഷ്യ വംശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സൂറത്തുൽ ഫുസ്സിലത്തിൽ സംസാരിക്കുന്നത് ജിന്ന് ഷയാത്തീൻ്റെ കഥകളാണ്. അപ്പോൾ അവിടെ മനുഷ്യനെ കാണാത്ത അത്തരം ജിന്ന് ഷയാത്തീനുകളോട് ഏറ്റവും നല്ലത് അള്ളാഹുവിന് ഏറ്റവും പറയാൻ ഏറ്റവും യോജിച്ചത് അൽ അലീം, അറിവുള്ളവൻ എന്ന ഇൽമിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞു. അതേ സ്ഥാനത്ത് കാഴ്ചശക്തിയുള്ള എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രഹണശേഷിയുള്ള ബുദ്ധിശേഷിയുള്ള മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ബസീർ എന്നുമാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായാൽ ആ ഭാഗം നമുക്ക് തെറ്റാതെ പൂർത്തിയാക്കാൻ കഴിയും. മറ്റൊന്നാണ് അള്ളബത്തു ബി തഅമ്മുലി ലിൽ മഅന ഫിൽ മൗദിഇൽ മുതശാബിഹ്, മുതശാബിഹായ സ്ഥലത്ത് വരുന്ന മാനയിൽ നമ്മൾ ചിന്തിക്കുക. അതായത് ഇതിനോട് തത്തുല്യമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം ഫൈദാ ജാഅ അംറുല്ലാഹി ഖുദിയ ബിൽ ഹഖി വഖസറ ഹുനാലിക്കൽ മുബ്തിലൂൻ എന്നാണ് ഗാഫിറിലുള്ളത്. വഖസറ ഹുനാലിക്കൽ കാഫിറൂൻ എന്നാണ് മറ്റൊരു സ്ഥലത്ത് ഗാഫിറിലുള്ളത്. ആദ്യം പറഞ്ഞത് 78-ാമത്തെ ആയത്താണ്, എന്നാൽ രണ്ടാം ശേഷം പറഞ്ഞിട്ടുള്ളത് 85-ാമത്തെ വചനമാണ്. ഇതെങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. അതായത് ആദ്യം വന്നത് മുബ്തിലൂൻ എന്നാണ്. സബഖൽ മുബ്തിലൂന ഖൗലുഹു തആല ഖുദിയ ബിൽ ഹഖ് വൽ ഹഖു ലിദ്ദുൽ ബാത്തിൽ, മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ആ ആയത്തിൽ മുബ്തിലൂൻ എന്ന കൗലിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദിയ ബിൽ ഹഖ് എന്ന് പറയുന്നുണ്ട്. ഹഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് ബാത്തിലാണല്ലോ. അപ്പം അവിടെ മുബ്തിലൂൻ എന്ന് പ്രയോഗിക്കലാണ് ഏറ്റവും ഉചിതം. അതേ സ്ഥാനത്ത് ഫലം യകുൻ യൻഫഉഹും ഈമാനുഹും ലമ്മാ റഅൂ ബഅസനാ സുന്നത്തുല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി വഖസിറ ഹുനാലിക്കൽ കാഫിറൂൻ എന്ന 85-ാമത്തെ വചനം അള്ളാഹു ഇവിടെ അവതരിപ്പിച്ചപ്പോൾ കാഫിറൂൻ എന്ന് പറഞ്ഞു. കാരണം എന്താ? കാഫിറൂൻ എന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫലം യകുൻ യൻഫഉഹും ഈമാൻ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ എത്ര ഇഅ്ജാസുകളാണ് ഈ പദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈമാൻ എന്ന പ്രയോഗത്തിനോട് അതിൻ്റെ ളിദ്ദായി വരുന്ന കുഫറിനെയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് മാറിപ്പോവുകയില്ല. അപ്പം അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് ഖുർആൻ ഹിഫ്ള് അത് കൃത്യപ്പെടുത്താൻ, അത് മനസ്സിൽ ഉറച്ചു നിൽക്കാൻ ഏതൊരു ഹാഫിളിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സഹായകമാണ്. അതുകൊണ്ട് ഹാഫിളുകൾ ഖുർആൻ പഠിച്ച് മറ്റു മേഖലകളിലേക്ക് വഴിതിരിഞ്ഞു പോകാതെ ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടിയുള്ള പഠനത്തിന് അവർ സമയം കണ്ടെത്തിയാൽ പഠിച്ച ഹിഫ്ളിന് അത് കൂടുതൽ ഊർജം നൽകുമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. മറ്റൊരു ഉദാഹരണമാണ് സൂറത്തുൽ ഖസസിൻ്റെ 27-ാമത്തെ വചനം. അതിൻ്റെ അവസാന ഭാഗത്ത് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ എന്ന് പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് സൂറത്തു സാഫാത്തിൽ പറയുന്നത് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഒരു സ്ഥലത്ത് സ്വാലിഹ എന്ന പദം, മറ്റൊരു സ്ഥലത്ത് സ്വാബിരീൻ എന്ന സ്വബറിൻ്റെ പദം. എന്തിനാണ് അങ്ങനെ പ്രയോഗിച്ചത്? അവിടെ നമ്മൾ മാറിപ്പോകാതിരിക്കാൻ സൂറത്തുൽ ഖസസിൻ്റെ ചരിത്രം സംസാരിക്കുന്നത് ഖിസ്സത്തി മൂസ അലൈഹിസ്സലാം മാ ഷുഐബ് സാഹിബ് മദിയൻ ഗോത്രക്കാരുടെ ഖിസ്സയാകുന്ന മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥ പറയുന്ന സന്ദർഭത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെയും മദിയൻ ഗോത്രക്കാരുടെയും ചരിത്രമാണ് സൂറത്തുൽ ഖസസിൽ നമ്മളോട് പറയുന്നത്. വഫിഹാ ബയാനു മിൻ ഷുഐബിൻ അന്നഹു സാലിഹുൻ ഫീ നഫ്സിഹി വഅദഹു മഅ മൂസ അലൈഹിസ്സലാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണ്? വഫീഹ, അതിലുണ്ട് ബയാനു മിൻ ഷുഐബിൻ അന്നഹു സ്വാലിഹുൻ ഫീ നഫ്സി വവദഅഹു മഅ മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിൻ നല്ല മനുഷ്യനായതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിന് മക്കളെ കെട്ടിച്ചു കൊടുത്തൊരു സംഭവമാണ്. അപ്പം സ്വാലിഹായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സൂറത്തിൽ ഏറ്റവും ഉചിതമായത് സ്വാലിഹീൻ എന്ന് പ്രയോഗിക്കലാണെങ്കിൽ നമുക്കറിയാം സൂറത്ത് സ്വാഫാത്തിൻ്റെ ചരിത്രം നമ്മളൊക്കെ അറിയുന്നതും കേട്ടവരുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് അവരെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിച്ച ഭാഗമാണ് സൂറത്ത് സ്വാഫാത്തിൻ്റെ 102 വചനങ്ങളെല്ലാം. വഫീഹി ബയാനുൻ അന്ന ഇസ്മായില സയസീറു അലാ മൗഊദി റബ്ബിഹി ഹീന ذكر له ഇബ്രാഹിം അന്നഹു റഅ ഫിൽ മനാമി അന്നഹു സയദ്ബഹു. അതായത് സ്വന്തം പിതാവ് തൻ്റെ മകനെ അറുക്കുന്നതായിട്ട് സ്വപ്നം കണ്ട കാര്യം തൻ്റെ മകനോട് ഷെയർ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ആ ഉത്തരവിന് സമ്മതം കൊടുക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും പറയേണ്ടത് സ്വബറാണല്ലോ. അതുകൊണ്ടാണ് അവിടെ സ്വബർ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഖുർആനിൻ്റെ ഓരോ പദത്തിനും വലിയ അർത്ഥങ്ങളുണ്ടെന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ഖുൽ അറൈതും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യതീകും ബിദിയാഇൻ അഫലാ തസ്മഊൻ എന്നാണ് ഖസസിൻ്റെ 71. എന്നാൽ ശേഷമുള്ള 72-ാമത്തെ വചനത്തിൻ്റെ അവസാനത്തിൽ അഫലാ തുബ്സിറൂൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തസ്മഊൻ തുബ്സിറൂൻ എന്ന് കൊടുക്കുന്നത്? അതിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ, അതായത് ആദ്യത്തെ ആയത്തിൽ ഇരുട്ട് പോവുകയും അങ്ങനെ വെളിച്ചം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്കറിയാം, ചുരുക്കി പറഞ്ഞാൽ, അതായത് വലാ ശക്ക അന്ന അഖ്വൽ ഹവാസി വൽ ഹാലത്തി കദാലിക അസ്സംഉ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ ഇവിടെ എങ്ങാനും നിലനിർത്തുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരിക എന്ന ഒരു കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അതേ സ്ഥാനത്ത് 2-ാമത്തെ ആയത്തിൽ പകലിനെ ഇവിടെ നിത്യമാക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 2-ാമത്തെ ആയത്തിൽ അൽ ആയത്തു തതഹദ്ദസു അനിൻ നൂരി വദൈമൂമത്തിൻ നഹാരി ഇലാ യൗമിൽ ഖിയാമത്തി വകദാലിക വൽ ഹാലത്തു കദാലിക തകൂനു അഖ്വൽ ഹവാസു അൽ ബസർ എന്ന് പറഞ്ഞാൽ പകലിങ്ങനെ ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ, അപ്പോൾ പകലിനോട് ഏറ്റവും യോജിച്ചത് പകല് മനസ്സിലാക്കാനും കാണാനും അറിയാനുമുള്ള നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ കാഴ്ച ശക്തി എന്നുള്ളത്. അപ്പോൾ അഫലാ തുബ്സിറൂൻ, ബസർ എന്നതിനെ അവിടെ യോജിപ്പിച്ചപ്പോൾ തൊട്ട് മുമ്പ് രാത്രിയെക്കുറിച്ച്, അതായത് ഇരുട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും ബന്ധപ്പെട്ടത് കേൾവി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും അക്വയാകുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഈ കേൾവിയെക്കുറിച്ച് സംസാരിക്കലാണ് അവിടെ ഏറ്റവും ബന്ധപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ ആണെന്നും 2-ാമത്തെ ആയത്തിൽ ബസർ എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ മറ്റൊരായത്താണ് ഉഹില്ല ലക്കും മാ വറാഅ ദാലികും അൻ തബ്തഗൂ ബി അംവാലികും മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ എന്നാണ് സൂറത്തുൻ നിസാഇന്റെ 24-ാം വചനം. അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്കൂ, സൂറത്തുൽ മാഇദയുടെ 5-ാം വചനത്തിൽ പറയുന്നത്
മുഹ്സിനീന ഗൈറ മുസാഫിഹീന വല മുത്തഖിദി അഖ്ദാൻ. കുറച്ചുകൂടി കൂടുതലായിട്ട് പറയുന്നുണ്ട്. മുഹ്സിനീന ഗൈറ മുസാഫിഹീന വല മുത്തഖിദി അഖ്ദാൻ എന്ന് കൂട്ടി പറയുന്നു. ലം തദ്കുർ വല മുത്തഖിദി അഖ്ദാൻ. സൂറത്തു നിസായിൽ ഈ പദം പ്രയോഗിച്ചത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ലിഅന്നഹ ഫി ഹഖി ഹറാഇരിൽ മുസ്ലിമാത്തി അല്ലാത്തി ഹിയ ലിസിയാനത്തി അഖ്റബു എന്ന് പറഞ്ഞാൽ അവർ തെറ്റുകളിൽ നിന്നും സൂക്ഷിച്ചു പോകുന്ന സൂക്ഷിച്ചു ജീവിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ആളുകളാണ് ഈ സ്വതന്ത്ര സ്ത്രീകളായിട്ടുള്ള മുസ്ലിം വനിതകൾ. അതുകൊണ്ട് അവിടെ അത്രമാത്രം പറഞ്ഞാൽ മതി. അതേ സ്ഥാനത്ത് സിയാദത്തുൻ വല മുത്തഖദി അഖ്ദാൻ എന്ന് മാഇദയിൽ കൂടുതൽ പറഞ്ഞതെന്താ? ലിഅന്ന ഫി ഹഖി ഇമാഇൽ കിതാബിയാത്ത്. അവിടെ മോചനപത്രം എഴുതപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക സംസ്കാരത്തിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അടിമ സ്ത്രീകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിമ സ്ത്രീകൾ തെറ്റിലേക്ക് വഴുതി വീഴുക എന്നുള്ളത് കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് അടിമ സ്ത്രീകളുടെ ഭാഗം പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇജാസ്, ആ കലാമിൻ്റെ സമ്പൂർണ്ണത എത്രയാണ്. മറ്റൊരായത്ത് ഉദാഹരണം കൂടി നമുക്ക് കേൾക്കാം. ഖാലത്ത് ലഹും റസൂലുഹും ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും. സൂറത്തുൽ ഇബ്രാഹിമിൻ്റെ 11-ാമത്തെ വചനത്തിൻ്റെ അവസാനത്തിൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ അതേ സ്ഥാനത്ത് സൂറത്തുൽ ഇബ്രാഹിമിൻ്റെ തൊട്ട് ശേഷമുള്ള ആയത്തിൽ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ആദ്യം മുഅ്മിനൂൻ എന്നും പിന്നീട് മുതവക്കിലൂൻ എന്നും പറയുന്നു. എന്താണ് കാരണം ഈമാനിനെ പറഞ്ഞിട്ടാണ് തവക്കുലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ തവക്കുൽ ചെയ്യട്ടെ എന്ന് പറയുന്നു. ശേഷം മുതവക്കിലൂൻ, ഈമാൻ ഉണ്ടായാൽ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട അടുത്ത ഘടകമാണ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് തവക്കുൽ എന്നുള്ളത്. അതുകൊണ്ടാണ് തവക്കുലിനെ പറയുന്നതിന് മുമ്പ് ഈമാൻ പറഞ്ഞതെന്ന് ഈ പണ്ഡിതന്മാർ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ ഈമാനിന് മുമ്പ് തവക്കുൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ആദ്യം ഈമാനാണ് ഉണ്ടാവുക എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളറിയാതെ തെറ്റ് വരില്ല. 15-ാമത്തെ ഈ ഒരു ഖായിദയിൽപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് ഫസ്തജബനാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ എന്ന് പറയുന്ന ആയത്ത്. സൂറത്തുൽ അംബിയാഇൻ്റെ 84-ാമത്തെ വചനത്തിൽ റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അവിടെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഓതുമ്പോൾ അവിടെ മാറിപ്പോകും. കാരണം സൂറത്തു സ്വാദിൽ റഹ്മത്തൻ മിന്നാ വദിക്റാ ലിഉലിൽ അൽബാബ്, റഹ്മത്തൻ മിൻ ഇൻദി റബ്ബിന എന്നും മറ്റ് സ്ഥലത്തുമുണ്ട്. അപ്പം റഹ്മത്തൻ മിൻ ഇൻദിന എന്നും അതേ സ്ഥാനത്ത് സൂറത്തു സ്വാദിൽ റഹ്മത്തൻ മിന്ന. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? കാരണം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ബലാ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ റഹ്മത്തൻ മിൻ ഇൻദിന എന്നുകൂടി കൂടുതലായിട്ട് ആ ബലായിലേക്ക് ചേർത്തി നോക്കിയിട്ട് കൂടുതൽ പറഞ്ഞു. അതേ സ്ഥാനത്ത് സൂറത്തു സ്വാദിൽ അവിടെ വലിയ വലിയ കഥകളോ അല്ലെങ്കിൽ വലിയ ബലായിനെക്കുറിച്ചോ അല്ല സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ടാക്കിയിട്ട് വളരെ ചുരുക്കിയിട്ട് റഹ്മത്ത് മിന്ന എന്നും പ്രയോഗിച്ചു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. മറ്റൊരു ഉദാഹരണം ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ എന്ന് സൂറത്തു ശുഅറായിൽ. അതിനോട് സമാനമായിട്ട് മറ്റ് സ്ഥല നബിമാരെയും പരിചയപ്പെടുത്തുന്ന ആയത്തുകൾ, അതായത് ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ അഖൂഹുൻ ഹൂദുൻ അഖൂഹും സ്വാലിഹുൻ അഖൂഹും ലൂത്തുൻ. ഇങ്ങനെ സൂറത്തു ശുഅറായിൻ്റെ 5 വചനങ്ങൾ ഒരേ രൂപത്തിൽ വന്നത് നമുക്കറിയാം. പക്ഷേ ഷുഐബ് നബി അലൈഹി സ്വലാമിനെ പറഞ്ഞപ്പോൾ അവിടെ അഹൂഹും എന്ന് പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഓതിപ്പോകുമ്പോൾ ചിലപ്പോൾ അറിയാതെ കടന്നു വരും. കാരണം തൊട്ട് മുമ്പ് എല്ലാ നബിമാരെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അഹൂഹും, അവസാനമായിട്ടാണ് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ സൂറത്തു ശുഅറായിൽ പറയുന്നത്. ആ സന്ദർഭത്തിൽ അഹൂഹും കൂട്ടിക്കൊടുക്കുന്നില്ല. കാരണം എന്താ? കാരണം ഐക്കത്ത് എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ കഥ അവിടെ പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിനെ കൂടാതെ ഈ ഗോത്രക്കാർ ആരാധിച്ചിരുന്ന ഈ ഒരു മരത്തിലേക്ക് അവർ ഷുഐബ് നബി അലൈഹി സ്വലാമിനോട് ചേർത്തി പറയുന്നുണ്ട്. അതായത് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ കൗമിനെ കുറിച്ച് പറയുന്നത് അസ്ഹാബുൽ ഐക്കത്തി വ ഖൗമു തുബ്ബഊൻ എന്ന് പറയുന്നതായിട്ട് ഖുർആൻ പറഞ്ഞതായിട്ട് കാണാം. അപ്പം അസ്ഹാബുൽ ഐക്കത്തിലേക്ക് ചേർത്തി നോക്കുമ്പം അവരുടെ ബിംബാരാധകരാകുന്നവരുടെ സഹോദരനായിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാമിനെ പരിചയപ്പെടുത്തുന്നതിനോട് ഒരു നന്മയില്ലല്ലോ, അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം അഹോഹും എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതെന്ന് കാണാൻ കഴിയും. മറ്റു പല വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. നമ്മളിവിടെ ആയത്തിനെ തശാബുഹ് ഇല്ലാതിരിക്കാൻ, നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്പ് എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മറ്റൊന്നാണ് വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആത്തീനാഹു എന്നുണ്ട്, ആത്തീനാഹു എന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ ആത്തീന എന്ന് ഒതുക്കി. അതേ സ്ഥാനത്ത് ഖസസിൽ വസ്തവ എന്ന പദം ഏറെയുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്? കാരണം
യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുതായ സന്ദർഭത്തിലാണ് അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 11 നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ട ഒരു അത്ഭുത സംഭവം കാണിച്ചു കൊടുക്കുന്നത്. അതേ സ്ഥാനത്തോ മൂസാ നബി അലൈഹിസ്സലാം 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമാ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് ചെറുപ്രായത്തിലായതുകൊണ്ട് അവിടെ. അതേ സ്ഥാനത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതാ വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വ ഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഏറി പറഞ്ഞു. ഇതേ പ്രകാരം തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഒരൊറ്റ നിയമത്തിൽ നിന്ന് മാത്രം ഒതുങ്ങി നിന്ന് സംസാരിച്ചതാണ്. ഇത് അവസാനത്തെ ഉദാഹരണമാണ്. ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 15ാമത്തെ നിയമത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ് ഇന്നഹു കാന ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. സൂറത്തുൽ നിസാഇൻ്റെ 22ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയിട്ടുള്ളത്. അതേ സ്ഥാനത്ത് സൂറത്തുൽ ഇസ്രായിൽ വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഒരു സ്ഥലത്ത് ഫാഹിശതൻ വമഖ്തൻ എന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് ഫാഹിശതൻ എന്ന് മാത്രമാണുള്ളത്. എന്താ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഹുന അസ്സിന ബിൽ മഹാരിമി വഹുന്ന സൗജാത്തുൽ ആബായി വഹാദ അഅ്ലമു സൂഅൻ വദംബൻ. അവിടെ പറയുന്നത് നിങ്ങളുടെ മഹ്റമുകളെ സിന ചെയ്യുന്ന വിഷയമാണ്. മഹ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, വിവാഹബന്ധം ഹറാമായിട്ടുള്ള ഉമ്മ, അതേപോലെ തന്നെ പിതാവിൻ്റെ ഭാര്യ, വാപ്പക്ക് മറ്റു ഭാര്യമാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവരെക്കുറിച്ചൊക്കെ സിന ചെയ്യുക, അവരുടെ അടുത്ത് പോയിട്ട് സിന ചെയ്യുക എന്ന് പറയുന്നത് ഒരു അന്യ പെണ്ണിൻ്റെ അടുത്ത് സിന ചെയ്യുന്നതിനേക്കാൾ വലിയ പാതകമാണല്ലോ. അതുകൊണ്ടാണ് മഖ്തൻ എന്നുകൂടി കൂടുതൽ പറഞ്ഞു. അതേ സ്ഥാനത്ത് മൊത്തത്തിൽ പൊതുവായിട്ട് സിനയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നത്. അപ്പോൾ അത് മറ്റതിനേക്കാൾ മോശമാണ്. പക്ഷേ അതോടുകൂടെ തന്നെ നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയ കുറ്റമല്ല. കാരണം മഹ്റമുകളെ സിന ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബാധകമാണല്ലോ. അതുകൊണ്ട് അവിടെ മഖ്തൻ എന്നുകൂടി കൂടുതലായിട്ട് പറഞ്ഞു. എന്നാൽ സൂറത്തുൽ ഇസ്രായിൽ വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അൽഹംദുലില്ലാ, നമ്മൾ 15ാമത്തെ നിയമമാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന് 16ാമത്തെ നിയമം അത് നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് ഒരൊറ്റ ഉദാഹരണത്തിലൂടെ പറഞ്ഞ് പൂർത്തിയാക്കുകയാണ്. 16ാമത്തെ നിയമം അൽളബ്തു ബി മഅരിഫത്തി മൗദിഇൽ ആയത്തി ഫിൽ മുസ്ഹഫിൽ, അതായത് ഖുർആനിലേക്ക് നമ്മൾ മനസ്സ് തുറന്നു വെച്ച്, കണ്ണ് തുറന്നു വെച്ചിട്ട് ഖുർആനിൽ എവിടെയാണ് നഫ് ഉള്ളത്, എവിടെയാണ് ളുർ ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നഫ്അൻ വലാ ലറൻ വലാ നഫ്അ എന്നൊക്കെ പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ടല്ലോ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നഫ്അൻ എന്നുള്ളത് ഖുർആനിൻ്റെ വലതു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. നഫ്അൻ വലാ ലറ എന്ന് തുടങ്ങുക ഖുർആൻ്റെ വലതു ഭാഗത്താണ്. ലറൻ വലാ നഫ്അ എന്ന് തുടങ്ങുന്നത് ഖുർആൻ്റെ ഇടതു ഭാഗത്തായിരിക്കും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഖുർആൻ്റെ ഒരു ഡെമോ പേജ്. അതേപോലെ തന്നെ ഫലമ്മ ജാ അംറുന എന്ന് സൂറത്തുൽ ഹൂദിൽ പല സ്ഥലത്ത് വരുമ്പോൾ മാറിപ്പോകും. അപ്പം വലതു ഭാഗത്താണെങ്കിൽ അത് ഫലമ്മയും ഇടതു ഭാഗത്താണെങ്കിൽ വലമ്മ ജാ. അപ്പം പേജുകളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഈ ഒരു തെറ്റ് ഒഴിവാക്കാൻ കഴിയും. ദാലിക്കൽ ഫൗസുൽ അലീം എന്ന് സൂറത്ത് തൗബയിൽ വന്നിട്ടുള്ളത് വലതു ഭാഗത്താണ്. അതേ സ്ഥാനത്ത് ദാലിക ഹുവൽ ഫൗസുൽ അലീം എന്നെവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഇടതുവശത്തായിരിക്കും. അപ്പം ഈ ഭാഗങ്ങളെ നോക്കിയിട്ട് നമുക്ക് മുതശാബിഹാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇതാണ് 16ാമത്തെ ഖായിദ. ഇനി പറയുന്നത് അൽളബ്തു ബി സൂറത്തി ദിഹ്നിയ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് തൗഫീഖ്. യാ ദായിമത് തർതീൽ അൽ ഖൈറു ഫീഹി ജസീൽ والصوت منك يزين إن كان بالقرآن